ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ വലിയ അഡ്വർടൈസ്മെൻറ്റ് യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പത്രമാധ്യമങ്ങളുടെ ആദ്യത്തെ പേജിൽ തന്നെ ഫുൾ പേജ് അഡ്വർടൈസ്മെൻറ്റും ഒക്കെ ആയിട്ട് ധാരാളം പരസ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന മനുഷ്യൻ പലപ്പോഴും അവൻ്റെ ലക്ഷ്യങ്ങളൊക്കെ മറന്ന് ഇതിൻ്റെയൊക്കെ പുറകിന് പോയി ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചന്തയെ സംബന്ധിച്ച് അവർക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യം. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തെ സംരക്ഷിക്കേണ്ടതും അവൻ്റെ ഭാവിയെ സംരക്ഷിക്കേണ്ടതും അവൻ്റെ പണം സംരക്ഷിക്കേണ്ടതും അവൻ്റെ സമയം സംരക്ഷിക്കേണ്ടതും ഒക്കെ അവനവൻ്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കണം. നല്ല ഗൈഡൻസ് സമൂഹത്തിൽ കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പത്രമാധ്യമങ്ങളുടെ എല്ലാം ഫ്രണ്ട് പേജ് തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ പേജ് തന്നെ വലിയ പരസ്യങ്ങളുമായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരസ്യങ്ങളാണ് കൂടുതലും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ വരുന്ന ഒന്ന് ഈ IAS കുറിച്ചുള്ള ട്രെയിനിങ്ങും അതിൻ്റെ പരസ്യങ്ങളുമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, IAS എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് മത്സരിക്കുന്ന ഒരു പരീക്ഷയാണ്. 1000 പേരിൽ താഴെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതിതീവ്രമായ കോമ്പറ്റീഷനുള്ളൊരു മേഖലയിലൊക്കെ പോകുന്നതിന് മുമ്പ് ശരിയായ രീതിയിലുള്ളൊരു അവലോകനമൊക്കെ നടത്തി കുട്ടിക്കുള്ള പ്രാപ്തി, കുട്ടിയുടെ പേഴ്സണാലിറ്റി, കാൻഡിഡേറ്റിൻ്റെ പഠിക്കാനുള്ള കഴിവ്, ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. അതുമാത്രമല്ല, ഒരു ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഒരു മുതിർന്ന പ്രായത്തിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് അത്തരം ഒരു തീരുമാനത്തിലേക്കൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിലെ IAS എന്ന് പറയുന്ന മോഹവുമായിട്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇറങ്ങിത്തിരിക്കുന്നതൊക്കെ ഒരു പരസ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഒരു ചെറിയ വിഭാഗം ആൾക്കാർക്ക് മാത്രമേ ഇത് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ആ തരത്തിലേക്കുള്ള ഒരു കോമ്പറ്റീഷന് തക്കവണ്ണം ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടി, അല്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ളൊരു കോമ്പിറ്റൻസി ഉള്ള കുട്ടിയാണോ? ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ, പഠിക്കുന്ന കാലത്ത് ഒരു ഗ്രാജുവേഷൻ വരെയെങ്കിലും പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് വായിക്കുകയും നല്ല ലീഡർഷിപ്പ് റോൾസൊക്കെ എടുക്കുകയും ഭാഷയും മറ്റുമൊക്കെ വളർത്തിക്കൊണ്ടുവരികയും ലോക അറിവുകളൊക്കെ വളർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് നല്ല മിടുക്കിയായ ഒരു കുട്ടിയായിട്ട് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം അവർക്ക് താല്പര്യമുണ്ടായി. കാരണം എല്ലാവർക്കും വിജയിക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല അത് ഒരുപാട് ഫ്ലെക്സിബിലിറ്റിയൊക്കെ വേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യത്തിനൊക്കെ പോവുക. ഈ അഡ്വർടൈസ്മെൻ്റ് ഇരകളായി മാറുമ്പോൾ ഒരുപാട് സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും അതിലൊക്കെ ഏറെ ഒരു മാനസിക നഷ്ടവും ഒക്കെ കുട്ടികൾക്ക് സംഭവിക്കാറുണ്ട്. വേറൊന്ന്, ഈ ACCA പോലുള്ള വിദേശ രാജ്യത്തെ അക്കൗണ്ടിങ് കോഴ്സുകളാണ്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, ജോലി ലഭിക്കാനൊക്കെ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും കൂടി ACCക്ക് പോകേണ്ട കാര്യമില്ല. ഒന്നാമത് അത് ഒരു 50% താഴെ ആൾക്കാർ മാത്രമേ ഇത് വിജയിക്കാറുള്ളൂ. അപ്പോൾ തന്നെ പകുതി പേര് അത് ലഭിക്കാതെ പോകുന്നു എന്നുള്ളൊരു വാസ്തവമുണ്ട്. രണ്ടാമത് ഇതിന് ഒരുപാട് ചിലവുണ്ട്. സാമ്പത്തികമായ ചിലവൊക്കെ വഹിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ആദ്യം മനസ്സിലാക്കുക. പിന്നെ വിജയിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ജോലി കിട്ടേണ്ടത് പ്രൈവറ്റ് സെക്ടറിലൊക്കെയാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെയാണ്, വിദേശ രാജ്യങ്ങളിലാണ്. അതിനൊക്കെയുള്ള മറ്റു കോമ്പീറ്റൻസീസ്, നമുക്ക് ഈ അക്കൗണ്ടിങ്ങിലുള്ള നോളജും ആ പരീക്ഷ എഴുത്തും മാത്രം പോരാ. സോഫ്റ്റ് സ്കിൽസ് വേണം, ലീഡർഷിപ്പ് സ്കിൽസ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കരിയറൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതൊന്നും പറ്റാതെ ഒരുപാട് പേര് നിരാശരായിട്ട് പല ചെറിയ ജോലിയിലൊക്കെ കുരുങ്ങിയിരിക്കുന്നതൊക്കെ നമ്മൾ ദൈനംദിനമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടതാണോ? അതിനുള്ള കോമ്പീറ്റൻസി ഉണ്ടോ? പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കരിയർ ലാഡറിൽ മേളോട്ട് കയറണമെങ്കിൽ കണക്കിൽ നല്ല കഴിവ്, പ്രത്യേകിച്ച് ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസിലൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം കോഴ്സുകളുടെ പുറകിന് പോവുക. കാരണം ഭീമമായ അഡ്വർടൈസ്മെൻറ്റുകളാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നത്. കോടികളുടെ ബിസിനസ്സാണ് ഇതിനകത്തൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഇരകളായി പോകാൻ ആരും തീരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ ഫോറിൻ MBBS ആണ്. ഈ ഫോറിൻ MBBS പഠിക്കാനും ധാരാളം കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു. കുഴപ്പമൊന്നുമില്ല. MBBS മാത്രമല്ല, ഫോറിനിൽ ഒരുപാട് കോഴ്സുകൾ പഠിക്കാൻ നമ്മുടെ കുട്ടികൾ പോകാറുണ്ട്. എല്ലാ കോഴ്സുകളെ പറ്റിയും ജനറലായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ ഡിഗ്രി ലെവലിലൊക്കെ വിദേശത്തൊക്കെ പോയി പഠിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ പോയില്ലെങ്കിൽ ഒരുപാട് പേരാണ് ജീവിതത്തിൽ നിരാശരായിട്ട് ഇന്ന് വിദേശ രാജ്യത്തൊക്കെ പെട്ടുകിടക്കുന്നത്. പലരും തിരിച്ച് ജോലിയില്ലാതെ ഇവിടെ വരേണ്ട വന്നിട്ടുണ്ട്. MBBS സംബന്ധിച്ച് ഇത് പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ലൈസൻസിങ് എക്സാമൊക്കെ പാസ്സാകണം. അത് പാസ്സാകുന്ന ഒരു 10-15% കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കണക്കൂടെ നിങ്ങൾ അറിയണം. ബാക്കി ആൾക്കാർക്കത് കിട്ടുന്നില്ല.
അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ എല്ലാ രാജ്യങ്ങളിലെയും MBBSൻ്റെ സ്റ്റാൻഡേർഡൊന്നും വളരെ നല്ലതല്ല, എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും നല്ലതല്ല. അപ്പോൾ വിദേശത്ത് പോയി എന്നുള്ളത് മാത്രമല്ല, എവിടെയാണ് പഠിക്കാൻ പോകുന്നത്, ഏത് രാജ്യത്താണ് പഠിക്കാൻ പോകുന്നത്, അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇത് ലൈസൻസിങ് എക്സാം പാസ്സാകാൻ പറ്റുന്നുണ്ടോ, മറ്റേതെങ്കിലും രാജ്യത്ത് ജോലി ലഭിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നത്. എന്തായാലും നമ്മളൊരു ജീവിതം കൊണ്ട് അങ്ങോട്ട് വയ്ക്കുമ്പോൾ അത് പുകഞ്ഞ് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നാലാമതായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒരു ഭയങ്കരമായ അഡ്വർടൈസ്മെൻറ്റ് വാറ് തന്നെയാണ് നടക്കുന്നത്. കാരണം കുറേ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾ അവരുടെ ഒരു യുദ്ധമാണ് ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നടക്കുന്നത്. TV ഓൺ ചെയ്താൽ, ഇൻ്റർനെറ്റ് ഓൺ ചെയ്താൽ എല്ലായിടത്തും നമ്മളിത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് എൻട്രൻസിനൊന്നും എല്ലാവരും പോകേണ്ട കാര്യമില്ല. ഈ 10-100 പേരുടെ പടം കാണിച്ചിട്ട് ഇതിൻ്റെ പുറകിന് ആയിരക്കണക്കിന് ആൾക്കാർ പോയി ഭാവി കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എൻജിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ അപ്പുറം, ഞാൻ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻജിനീയറിംഗ് മെഡിസിനും അപ്പുറമൊക്കെ ധാരാളം മേഖലകളുണ്ട്, വളരെ ലുക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലകളുണ്ട്, ഇതിനേക്കാളൊക്കെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലകളുണ്ട്. കാരണം എൻജിനീയറിംഗ് മെഡിസിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ അമിതമായി കടന്നു വരുമ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ആൾക്കാരെ ആവശ്യമുണ്ട്. പിന്നെ മെഷീൻ ഒരുപാട് വരുമ്പോൾ പിന്നെ സർവീസ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് ആൾക്കാരെ ആവശ്യം വരും. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ രംഗത്തൊക്കെ ധാരാളം ആൾക്കാരെ ആവശ്യം വരും. അവനവൻ്റെ കഴിവും അഭിരുചിയും താല്പര്യവും, അല്ലാതെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഓടരുത്, അയൽക്കാർ പോയത് കണ്ടിട്ട് ഓടരുത്. നമ്മൾ എന്തുകൊണ്ട് ഇത് തീരുമാനിച്ചു, എൻ്റെ കഴിവുകൾ അതിന് യോജിച്ചതാണോ, എൻ്റെ വ്യക്തിത്വം അതിന് യോജിച്ചതാണോ, എൻ്റെ പിന്നെ അഭിരുചികൾ അതിന് യോജിച്ചതാണോ, എനിക്ക് അത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ ഏറ്റെടുത്ത് അതിനുവേണ്ടി സസ്റ്റെയിൻഡായിട്ട് എഫേർട്ട് ഇടാൻ എന്നെക്കൊണ്ട് കഴിയുമോ, എൻ്റെ ആരോഗ്യം അതിന് അതിന് പറ്റുന്നതാണോ, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ. കാരണം ഇത്തരം കോഴ്സിനൊക്കെ പോകുമ്പോൾ ധാരാളം പണമാണ് ചിലവാക്കേണ്ടി വരുന്നത്. ഇതൊന്നും ആരും ആദ്യം പറയില്ല. ഒരുപാട് പണം പിന്നീട് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പലർക്കും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇത്തരം അഡ്വർടൈസ്മെൻറ്റുകളിലേക്ക് പുറകിന് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോച്ചിങ് സെൻറ്ററും ട്യൂഷൻ സെൻറ്ററിനേക്കാളൊക്കെ കൂടുതൽ ഈ സമൂഹത്തിൽ വരേണ്ടത് നല്ല ഗൈഡൻസ് സെൻറ്ററുകളാണ്. നല്ല ഗൈഡൻസ് കുട്ടികൾക്ക് ഉറപ്പാക്കുക. മാതാപിതാക്കളും അധ്യാപകരും സമൂഹത്തിൽ നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ കൂടുതൽ ഗൈഡൻസ് പ്രോഗ്രാമുകൾ സമൂഹത്തിൽ നടത്തുകയും അതിൻ്റെ സാന്ദ്രത കൂട്ടുകയും ചെയ്താൽ ഇത്തരത്തിൽ ഉള്ള അഡ്വർടൈസ്മെൻറ്റുകളുടെ ഇരയാകാതെ നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. കാരണം കച്ചവടം മുറുകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരം ഗൈഡൻസ് പ്രോഗ്രാമുകൾ പോലും പലരും നടത്തുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സ്പോൺസർഷിപ്പോടു കൂടിയാണ്. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിക്കുക, എന്തൊരു വലിയ ദുരന്തമാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മയുള്ള കുറച്ച് പേരെങ്കിലും ഈ ലോകത്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവരോട് മാത്രമാണ് ഇത് പറയുന്നത്. നല്ല ശുദ്ധമായ ഗൈഡൻസ്, ശരിയായ ഗൈഡൻസ് കൊടുക്കാൻ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് നല്ല ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുത്താൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികളുടെ പണവും കുടുംബങ്ങളുടെ സമാധാനവും ഒക്കെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ചതിക്കപ്പെടും, ഒരുപാട് കുട്ടികളുടെ ഭാവി അലങ്കോലപ്പെടും, ഒരുപാട് കുട്ടികൾ മാനസിക രോഗികളാകി ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇടപെടാൻ എല്ലാ നല്ല മനസ്സുള്ളവരെ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കുക. ആശംസകൾ. താങ്ക് യു.